السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فقد قال سبحانه وتعالى: بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. وقال النبي صلى الله عليه وسلم: لما خلق الله الخلق كتب في كتابه فهو عنده فوق العرش إن رحمتي تغلب غضبي أو كما قال عليه الصلاة والسلام. പരിശുദ്ധമായ റമളാൻ മാസം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാതെ അല്ലാഹുവിൻ്റെ കരുണ എല്ലാവരുടെ മേലും വർഷിക്കുന്ന മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കരുണ എന്നുള്ളത് അള്ളാഹുവിൻ്റെ കോപത്തേക്കാൾ എത്രയോ വിശാലമാണ്. പരിശുദ്ധ ഖുർആനിലെ പല സ്ഥലങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കരുണ വിശാലമാണെന്ന കാര്യം അറിയിച്ചെന്നിട്ടുണ്ട്. ഓരോ സൂറത്ത് തുടങ്ങുമ്പോഴും അള്ളാഹുവിൻ്റെ കരുണയെ ഓർത്തുകൊണ്ടാണ് ആ സൂറത്തിനെ നാം ആരംഭിക്കാറുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു ഏറെ കരുണയുള്ളവനാണെന്ന കാര്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഓരോ സൂറത്തും നാം ഓതാൻ ആരംഭിക്കാറുള്ളത്. പരിശുദ്ധ ഖുർആൻ്റെ ശൈലി നോക്കുകയാണെങ്കിൽ തന്നെയും അള്ളാഹുവിൻ്റെ കരുണ എത്ര വിശാലമാണെന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കാരണം പരിശുദ്ധ ഖുർആനിൽ എവിടെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കോപത്തെപ്പറ്റി പറയുന്നുണ്ടോ, അള്ളാഹുവിൻ്റെ ശിക്ഷയെപ്പറ്റി പറയുന്നുണ്ടോ, ഉടനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കരുണയെപ്പറ്റിയും അള്ളാഹുവിൻ്റെ വാത്സല്യത്തെപ്പറ്റിയും പറയാറുണ്ട്. അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും ആരും നിരാശപ്പെടാൻ പാടില്ല എന്ന കാര്യത്തെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ അടിമകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി: നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും നിരാശപ്പെട്ടു പോകാൻ പാടില്ല. നിങ്ങൾ എത്ര കൊടും പാപങ്ങൾ ചെയ്തവരാണെങ്കിലും എത്ര മോശക്കാരാണെങ്കിലും അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല. അള്ളാഹു നിങ്ങളുടെ എല്ലാ പാപത്തെയും പുറത്തിരുന്നതാണ്. കണക്കില്ലാതെ അള്ളാഹു നിങ്ങളുടെ മേൽ കരുണയെ വർഷിക്കാൻ കഴിവുള്ളവനും ഇഷ്ടമുള്ളവനുമാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം: അള്ളാഹു എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചതിന് ശേഷം നിശ്ചയിച്ചൊരു കാര്യമാണ് അള്ളാഹുവിൻ്റെ കരുണ എന്നുള്ളത് അള്ളാഹുവിൻ്റെ കോപത്തേക്കാൾ വിശാലമാണ്. അള്ളാഹുവിൻ്റെ കരുണ അള്ളാഹുവിൻ്റെ കോപത്തേക്കാൾ ഉന്നതമാണ് എന്ന കാര്യം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി: അള്ളാഹു കരുണയെ 100 ഭാഗമാക്കി. അതിൽ 99 ഭാഗവും അള്ളാഹുവിൻ്റെ അടുക്കൽ തന്നെ വെച്ചു. ദുന്യാവിൽ ഭൂമിയിൽ ആ 100 ഭാഗത്തിൽ നിന്നും ഒരു ഭാഗം മാത്രമാണ് അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. ആ ഒരു കരുണയുടെ ഭാഗം കാരണമാണ് സൃഷ്ടികൾ പരസ്പരം കരുണ കാണിക്കുന്നത്. ദുന്യാവിൽ നാം കാണുന്ന വാത്സല്യം, കരുണ, ഒരു മാതാവിന് കുട്ടിയോടുള്ള കരുണ, ഒരു പിതാവിന് കുട്ടിയോടുള്ള വാത്സല്യം, പരസ്പരം സഹോദരന്മാരുടെ ഇടയിൽ, അയൽവാസികളുടെ ഇടയിൽ, കുടുംബക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്ന വാത്സല്യം, പരസ്പരം മനുഷ്യർ കാണിക്കുന്ന കരുണ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ 100 കരുണയിൽ ഒരു അംശം മാത്രമാണ്. ബാക്കി 99 കരുണ അള്ളാഹുവിൻ്റെ അടുക്കലാണുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ കരുണ എത്ര വിശാലമാണെന്ന കാര്യം നാം ഓരോരുത്തരും ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഒരു ഉമ്മ മകനോട് കാണിക്കുന്ന കരുണയേക്കാൾ കൂടുതൽ അള്ളാഹു തആല അവൻ്റെ അടിമകളോട് കരുണ കാണിക്കുന്നുണ്ട്. ഇത് പൊതുവെ എല്ലാ സമയത്തുമുള്ള അള്ളാഹുവിൻ്റെ കരുണയാണ്. എന്നാൽ പരിശുദ്ധ റമളാൻ മാസത്തിനൊരു പ്രത്യേകത എന്നുള്ളത് മറ്റു മാസങ്ങളേക്കാൾ കൂടുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിലോട്ട്, അള്ളാഹുവിൻ്റെ അടിമകളിലോട്ട് കരുണയെ അള്ളാഹു വർഷിപ്പിക്കുന്ന മാസമാണ് പരിശുദ്ധ റമളാൻ എന്നുള്ളത്. അള്ളാഹുവിൻ്റെ കരുണ കരസ്ഥമാക്കാൻ ഏറ്റവും നല്ല അവസരമാണ് പരിശുദ്ധമായ റമളാനിൻ്റെ ദിവസങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് റമളാനിൻ്റെ ദിവസങ്ങളിൽ അള്ളാഹുവിൽ നിന്നും കരുണ ലഭിക്കാനായി ആത്മാർത്ഥമായി ഓരോ വിശ്വാസിയും അള്ളാഹുവിനോട് ചോദിക്കേണ്ടതുണ്ട്, ദുആ ചെയ്യേണ്ടതുണ്ട്. റമളാൻ കഴിയുമ്പോൾ ഒരിക്കലും കരുണ ലഭിക്കാത്ത നിലയിൽ പരിശുദ്ധ റമളാൻ നമ്മളെ തൊട്ട് വിട പറയാൻ പാടില്ല. കാരണം റമളാനിൽ പോലും അള്ളാഹുവിൻ്റെ കരുണ ലഭിച്ചിട്ടില്ല എങ്കിൽ മറ്റു മാസങ്ങളിൽ അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കുക എന്നുള്ളത് ഏറെ പ്രയാസമുള്ള
കാര്യമാണ്. അതുകൊണ്ട് കണക്കില്ലാതെ അള്ളാഹു റഹ്മത്ത്, അള്ളാഹുവിൻ്റെ കരുണ ചൊരിയുന്ന റമദാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ കരുണയെ ചോദിച്ച് ദുആ ചെയ്ത് നാം വാങ്ങിയെടുക്കേണ്ടതുണ്ട്. ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ കരുണ, റഹ്മത്ത് ലഭിക്കുക എന്ന് പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതാനും ചില ഗുണങ്ങളെപ്പറ്റി അറിയിച്ചിരുന്നുണ്ട്. ആ ഗുണങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ അള്ളാഹുവിൽ നിന്നുമുള്ള കരുണ നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് പരിശുദ്ധ റമളാനിൽ ആ ഗുണങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനായി പരിശ്രമിക്കണം. അത് കാരണമായി പരിശുദ്ധ റമളാനിൽ അള്ളാഹുവിൻ്റെ കരുണ നമുക്ക് കരസ്ഥമാകുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമതുമായ കാര്യമാണ് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കുക എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു അറിയിച്ചിരിക്കുകയുണ്ടായി, നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കുക, അത് കാരണമായി നിങ്ങൾക്ക് കരുണ ലഭിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പൂർത്തിയാക്കുക, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ജീവിതചര്യ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക, അഥവാ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ തയ്യാറാവുക. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജീവിത പദ്ധതിയാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഓരോ കാര്യവും എങ്ങനെ ചെയ്യണമെന്ന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയും ഓരോ കാര്യവും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചതുപോലെ ആക്കി തീർക്കാനായി നാം പരിശ്രമിക്കണം. നാം ഉറങ്ങുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, യാത്ര ചെയ്യുന്നത്, കച്ചവടം ചെയ്യുന്നത്, ഉദ്യോഗം ചെയ്യുന്നത്, വസ്ത്രം ധരിക്കുന്നത്, ഇങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളുണ്ടോ അതിലെല്ലാം എങ്ങനെ അവൻ ജീവിക്കണമെന്നും എന്തവൻ ചെയ്യണമെന്നും വ്യക്തമായി നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ആ രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതമാക്കി മാറ്റണം. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഓരോന്നും പൂർത്തിയാക്കണം. ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇവിടെ അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണ്, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മാതൃക എന്താണ്, ഈ കാര്യത്തെപ്പറ്റി മനസ്സിലാക്കുകയും ആ രീതിയിൽ ആ കാര്യത്തെ പൂർത്തിയാക്കുകയും ചെയ്യണം. അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ആക്കി തീർക്കുകയും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് ആക്കി തീർക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരുടെ മേൽ അള്ളാഹു റഹ്മത്തിനെ വർഷിപ്പിക്കുന്നതാണെന്ന് പരിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളിലൂടെയും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ അള്ളാഹു ഈ കാര്യത്തെ അറിയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ റമളാനിൽ അടിസ്ഥാനപരമായി നാം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ഗുണമാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുകയും ചെയ്യുക എന്നുള്ളത്. അത് കാരണമായി റമളാനിൽ നമുക്ക് അള്ളാഹുവിൽ നിന്നുമുള്ള കരുണ ലഭിക്കുന്നതാണ്. റമളാനിൻ്റെ ഓരോ സമയങ്ങളും അവിടെ അള്ളാഹുവിൻ്റെ കൽപ്പന എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ ആ സമയത്തെ ഉപയോഗപ്പെടുത്തണം. ഓരോ പ്രവർത്തനം ചെയ്യുമ്പോഴും ഈ പ്രവർത്തനം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ ആ പ്രവർത്തനത്തെ ചെയ്യാനായി പരിശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും അള്ളാഹുവിൻ്റെ കൽപ്പന പൂർത്തിയാക്കുകയും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കൊണ്ടുവരികയും ചെയ്യണം. ഈ ഒരു കാര്യം പരിശുദ്ധ റമളാനിലെ ഒരു മാസത്തിൽ നാം പരിശീലിച്ചുണ്ടാക്കുകയാണെങ്കിൽ റമളാനിൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഓരോ സമയത്തെ ചിലവഴിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ കൽപ്പനയും നബിതങ്ങളുടെ സുന്നത്തും എന്താണെന്ന് ആലോചിച്ച് മനസ്സിലാക്കി പഠിച്ച് നമ്മൾ ആ കാര്യത്തെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ ഓരോ കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ചും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും റമളാനിൽ അള്ളാഹുവിൻ്റെ കരുണ നമുക്ക് ലഭിക്കുന്നതാണ്. കരുണ ലഭിക്കുക മാത്രമല്ല, റമളാനിന് ശേഷമുള്ള ബാക്കി 11 മാസവും ഈ രീതിയിൽ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നതുമാണ്. റമളാനിൽ അള്ളാഹുവിൻ്റെ കരുണ ലഭിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് റമളാനിന് ശേഷവും ദീനിയായ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുള്ള നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിൻപറ്റിയുള്ള ഭയഭക്തിയുള്ള ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ റമളാൻ മാസത്തിലെ ഓരോ സമയവും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ചും നാം ആക്കി തീർക്കുകയാണെങ്കിൽ അത് കാരണമായി അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കുന്നതും റമളാനിന് ശേഷമുള്ള ജീവിതവും അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ആക്കി തീർക്കാനുള്ള ഭാഗ്യം അള്ളാഹുവിൽ നിന്നും ലഭിക്കുന്നതുമാണ്. അള്ളാഹുവിൽ നിന്നും റമളാനിൽ കരുണ ലഭിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പരിശുദ്ധ ഖുർആനുമായി നല്ല ബന്ധം വെച്ച് പുലർത്തുക എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ വിശ്വാസികൾക്ക് കരുണയാണെന്നും
ആ ഖുർആൻ കേൾക്കുന്നത് അള്ളാഹുവിൽ നിന്നും കരുണ ലഭിക്കാനുള്ള കാരണമാണെന്നുമെല്ലാം അറിയിച്ചു തന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നിബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഓതുന്നവരുടെ മേൽ അള്ളാഹു കരുണ വർഷിക്കുന്നതാണെന്ന കാര്യം അറിയിച്ചിരുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ നിന്നും കരുണ ലഭിക്കാനായി പരിശുദ്ധ റമളാനിൽ നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഖുർആനുമായി നല്ല ബന്ധം ഉണ്ടാക്കുക എന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക എന്നുള്ളത്. പരിശുദ്ധ റമളാനിൽ ഖുർആൻ പാരായണത്തെ പറ്റിയും അതിൻ്റെ ശ്രേഷ്ഠതയും മറ്റു കാര്യങ്ങളുമെല്ലാം റമളാനിൻ്റെ 3ാമത്തെ ക്ലാസ്സിൽ നാം വിശദീകരിച്ച് കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇവിടെ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ പരിശുദ്ധ റമളാൻ എന്നുള്ളത് അള്ളാഹു കണക്കില്ലാതെ കരുണ വർഷിക്കുന്ന മാസമാണ്. ആ മാസത്തിൽ അള്ളാഹുവിൻ്റെ കരുണ കരസ്ഥമാകാൻ ഏറ്റവും അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, റമളാനിലെ ഓരോ സമയവും ഓരോ പ്രവർത്തനവും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാക്കുക, നിബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചെന്ന രീതിയിൽ ആക്കുക എന്നുള്ളത്. 2, പരിശുദ്ധ ഖുർആനുമായി നല്ല ബന്ധം വെച്ച് പുലർത്തുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിൽ അള്ളാഹുവിൻ്റെ കരുണ കരസ്ഥമാക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.